നമസ്കാരം. പ്രധാന വാർത്തകൾ. ആറന്മുള ഉത്രട്ടാതി ജലമേളയ്ക്ക് തുടക്കം. വർണ്ണാഭമായി 52 പള്ളിയോടങ്ങളുടെ ജലഘോഷയാത്ര. ചരിത്രപ്രസിദ്ധമായ ആറന്മുള ഉത്രട്ടാതി ജലമേളയ്ക്ക് തുടക്കം. വർണ്ണാഭമായ ജലഘോഷയാത്രയോടെയാണ് ഇത്തവണത്തെ ജലമേള തുടങ്ങിയത്. 52 പള്ളിയോടങ്ങൾ ജലഘോഷയാത്രയിൽ പങ്കെടുത്തു. നെഹ്റു ട്രോഫി മാതൃകയിലാണ് ഇക്കുറി വള്ളംകളി നടത്തുന്നത്. ജലമേളയ്ക്ക് തുടക്കം കുറിച്ച് രാവിലെ 9:30 കളക്ടർ പതാക ഉയർത്തി. ജലഘോഷയാത്രയ്ക്ക് പിന്നാലെ മത്സര വള്ളംകളി നടക്കും. ഇക്കുറി നെഹ്റു ട്രോഫി വള്ളംകളിയുടെ മാതൃകയിൽ ടൈമിംഗ് അടിസ്ഥാനത്തിലാണ് മത്സരം. ഫിനിഷിംഗ് പോയിന്റായ സത്രക്കടവിൽ ഓരോ വള്ളവും കുതിച്ചെത്തുന്ന സമയം രേഖപ്പെടുത്തും. ചുരുങ്ങിയ സമയത്തിൽ തുഴഞ്ഞെത്തിയ 4 പള്ളിയോടങ്ങൾ ഫൈനലിൽ പ്രവേശിക്കും. എ, ബി ബാച്ചുകളിലായുള്ള വള്ളംകളി മത്സരത്തിൽ 50 പള്ളിയോടങ്ങളും പങ്കെടുക്കുന്നുണ്ട്. ജലമേളയ്ക്ക് പകിട്ടേകി നേവിയുടെ അഭ്യാസ പ്രകടനവും കലാരൂപങ്ങളും ദൃശ്യാവിഷ്കാരവും പമ്പയാറ്റിൽ നടന്നു. യുവാവിനെ വീട് കയറി വെട്ടി. പിണങ്ങി വന്ന ഭാര്യയുമായി അക്രമി സ്ഥലം വിട്ടു. ആലപ്പുഴ രാമങ്കരിയിൽ വീട് കയറി യുവാവിനെ വെട്ടി പരിക്കേൽപ്പിച്ചു. ആലപ്പുഴ രാമങ്കരി വേഴപ്ര സ്വദേശി പുത്തൻപറമ്പിൽ ബൈജുവിനെയാണ് ആക്രമിച്ചത്. ആക്രമണത്തിൽ ബൈജുവിന് ഗുരുതരമായി പരിക്കേറ്റു. ബൈജുവിന്റെ ഒപ്പമുണ്ടായിരുന്ന യുവതിയുടെ ഭർത്താവ് സുബിനാണ് വെട്ടിയത്. സംഭവത്തിന് പിന്നാലെ യുവതിയെയും സുബിനെയും കാണാനില്ല. ഇരുവർക്കുമായും പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. സുബിനുമായി പിണങ്ങിക്കഴിയുന്ന ഭാര്യ കഴിഞ്ഞ കുറച്ചു ദിവസമായി ബൈജുവിനോടൊപ്പം താമസിക്കുകയായിരുന്നു. ഇവിടെ എത്തി സുബിൻ ബൈജുവിനെ വെട്ടി പരിക്കേൽപ്പിച്ച ശേഷം ഭാര്യയെ കൊണ്ടുപോവുകയായിരുന്നു. ഇരുനില കെട്ടിടം തകർന്നു വീണു. 12 പേരെ രക്ഷപ്പെടുത്തി. നിരവധി പേർ കുടുങ്ങിക്കിടക്കുന്നു. കെട്ടിടം തകർന്നു വീണ് അപകടം. പോലീസും ഫയർഫോഴ്സും സ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനം തുടരുകയാണ്. ഇതുവരെ 12 പേരെ രക്ഷപ്പെടുത്തിയതായി ദില്ലി പോലീസ് പറഞ്ഞു. കൂടുതൽ ആളുകൾ കുടുങ്ങിക്കിടക്കുന്നുവെന്ന സംശയത്തിൽ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. ദില്ലിയിലെ കരോൾ ബാഗിൽ രാവിലെ 9:30 സംഭവം. രക്ഷാപ്രവർത്തനത്തിന് വേണ്ട എല്ലാ നടപടികളും ചെയ്യാൻ ദില്ലി നിയുക്ത മുഖ്യമന്ത്രി അതിഷി ജില്ലാ മജിസ്ട്രേറ്റിനോട് ഉത്തരവിട്ടിട്ടുണ്ട്. ശിരൂരിൽ അർജുനായി തെരച്ചിൽ ആരംഭിക്കാൻ ശ്രമം. ഡ്രഡ്ജർ ഉച്ചയ്ക്ക് ശേഷം എത്തും. ശിരൂരിൽ മണ്ണിടിച്ചിൽ കാണാതായ അർജുൻ അടക്കമുള്ളവർക്കായി തെരച്ചിൽ നടത്താൻ ഡ്രഡ്ജർ അടങ്ങിയ ടഗ് ബോട്ട് ഉച്ചയ്ക്ക് ശേഷം കാർവാർ തുറമുഖത്തെത്തുമെന്നാണ് ഏറ്റവും പുതിയ വിവരം. കാർവാറിലേക്ക് ഡ്രഡ്ജർ എത്തിക്കാൻ കാറ്റടക്കമുള്ള തടസ്സങ്ങൾ നിലവിലില്ല. മത്സ്യത്തൊഴിലാളികൾ കടലിൽ വലവിരിച്ചത് മൂലമുള്ള ചെറിയ തടസ്സം മാത്രമാണുള്ളതെന്നും അത് മാറാൻ കാത്തിരിക്കുകയാണെന്നും അധികൃതർ അറിയിച്ചു. രാഹുൽ ഗാന്ധിക്ക് ഭീഷണി. എൻഡിഎ നേതാക്കൾക്കെതിരെ പോലീസിൽ പരാതി നൽകി കോൺഗ്രസ്. രാഹുൽ ഗാന്ധിക്കെതിരെ എൻഡിഎ നേതാക്കൾ നടത്തിയ വിദ്വേഷ പരാമർശങ്ങളിൽ പോലീസിൽ പരാതി നൽകി കോൺഗ്രസ് നേതാവ് അജയ് മാക്കാൻ ഡൽഹിയിലെ തുഗ്ലക് റോഡ് പോലീസ് സ്റ്റേഷനിലെത്തി പരാതി നൽകി. ബിജെപി നേതാവ് തൻവിന്ദർ സിംഗ്, ശിവസേന ഷിൻഡെ വിഭാഗം എംഎൽഎ സഞ്ജയ് ഗെഹ്വാത്ത്, കേന്ദ്രമന്ത്രി രവനീത് സിംഗ് ബിട്ടു, ഉത്തർപ്രദേശ് മന്ത്രി രഘുരാജ് സിംഗ് എന്നിവർക്ക് നേരെയാണ് പരാതി. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് കൂടിയായ രാഹുലിന്റെ സുരക്ഷയെ അപകടപ്പെടുത്തുകയെന്ന ലക്ഷ്യം വെച്ചുള്ളതാണ് പരാമർശങ്ങളെന്ന് കോൺഗ്രസ് വ്യക്തമാക്കി. കോൺഗ്രസ് നേതാക്കളെ നിശബ്ദരാക്കാൻ കഴിയില്ലെന്നും മരണത്തെ ഭയക്കുന്നവരല്ല കോൺഗ്രസുകാരെന്നും അജയ് മാക്കാൻ പറഞ്ഞു.